ദൈവനാമത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, സത്യസുവിശേഷം തിരിച്ചറിഞ്ഞ നമ്മുടെ മാതാപിതാക്കന്മാർ അവർ പള്ളികളും മറ്റും വിട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ പുറപ്പെട്ടപ്പോൾ അവർക്ക് വലിയ ആരാധനാലയങ്ങളോ വീടുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എല്ലാ കഷ്ടതയിലും അവർ ദൈവത്തെ ആരാധിക്കാൻ സമയം കണ്ടെത്തി. തൽഫലമായി അവരുടെ തലമുറകളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചു. അവരുടെ മക്കൾ വിദേശങ്ങളിലേക്ക് കുടിയേറി. സാമ്പത്തികമായ സ്ഥിതി മാറി. ആധുനികമായ ആരാധനാലയങ്ങളും വീടുകളുമായി ഇത് അവരുടെ ആത്മീയ ജീവിതത്തിലും മാറ്റമുണ്ടാക്കി. ഇങ്ങനെയുള്ള ഒരു കാലത്തിലെ ഒരു ചെറിയ സംഭവം ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകം ശ്രദ്ധയ്ക്ക്. ഈ കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ഈ കഥ നടക്കുന്നത് കേരളത്തിലെ പെന്തക്കോസ്തുകാർ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന കുമ്പനാട്ടെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടെ ഗൾഫിൽ പോയി വ്യവസായം ചെയ്ത് തിരികെ എത്തിയ ഓസേപ്പച്ചന്റെ ചായക്കടയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. TC മെൻസ് മിനിസ്ട്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഓസേപ്പച്ചന്റെ ചായക്കട. സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറക്കണമേ. സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറക്കണമേ. ചർച്ചിൽ നിന്നുള്ള മെസ്സേജാ. ഓ, ഫാസ്റ്റിംഗ് പ്രയറാ. എനിക്ക് 100 കൂട്ടം പണിയാ, അതിൻ്റെ ഇടയ്ക്ക് ഫാസ്റ്റിംഗ് പ്രയർ. നിങ്ങൾ ദിവസവും ചോറ് കഴിക്കുന്നവരാണോ? എങ്കിൽ സൂക്ഷിക്കുക. കൈ ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നുന്നുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ മെസ്സേജ്. ഇനി കുറച്ച് ആത്മീയ കാര്യങ്ങൾ നോക്കാം. ഈ രാജ്യം ആര് വേണേ ഭരിക്കട്ടെ, ഏത് പാർട്ടി ഭരിക്കട്ടെ, BJP-യോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ മമതാ ബാനർജിയുടേതോ അല്ലെങ്കിൽ മായാവതി, ഏത് പാർട്ടി ഭരിക്കട്ടെ, രാഹുൽ ഭരിക്കുകയോ, ഇനി അവൻ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഭരിക്കുകയോ, രാഹുൽ കയറുകയോ, കേരളം പിണറായി ഭരിക്കുകയോ, VD സതീശൻ ഭരിക്കുകയോ, ചെന്നിത്തല വരികയോ, ആര് വന്നാലും നമുക്ക് വിഷയമല്ല. ഭരിക്കുന്നവര് ഭരിക്കട്ടെ. ഞാനും നീയും യേശുവിന്റെ തേജസ് കാണണം. അല്ലാതെ നമുക്കൊരു MLA വേണം, നമുക്കൊരു MP വേണം. പോരാ ചുമ്മാ എന്റെ കുന്തം. എന്റെ കർത്താവേ, ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. കുറച്ച് ആത്മീകാരം കേൾക്കാമെന്ന് വിചാരിച്ചാൽ ഇതാണ് അവസ്ഥ. രാവിലെ ആയിട്ടും ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാനിവിടെ ഒരു ബംഗാളിയെ പണിക്ക് വെച്ചിട്ടുണ്ട്. അവൻ എവിടാണാവോ? ഓ, ബംഗാളി എന്ന് പറയാൻ പറ്റത്തില്ല, അതിഥി തൊഴിലാളി എന്ന് തന്നെ പറയണം. ബാബു, എടാ ബാബു, നീ ഇത് എവിടാ? ചേട്ടാ, എന്താ ചേട്ടാ, വിളിച്ചായിരുന്നോ ചേട്ടാ? എടാ, നിന്നോട് ഇവിടെ തൂക്കാൻ പറഞ്ഞിട്ട് നീ എന്താടാ ചെയ്യാത്തത്? ജാഡു മാറോ, ജാഡു. എന്താ ചേട്ടാ, ചേട്ടനെ മാറാനാണോ ചേട്ടാ? എടാ, താഴെ തൂത്തു വാരാനാ നിന്നോട് പറഞ്ഞത്. എന്താ ചേട്ടാ ഇത്? താഴെ തൂക്കാൻ തുടങ്ങിയപ്പോ ചേട്ടൻ പറഞ്ഞു പൊറോട്ട അടിക്കാൻ. എന്നിട്ട് നീ പൊറോട്ട അടിച്ചോ? പൊറോട്ട അടിക്കാൻ തുടങ്ങിയപ്പോലെ ചേട്ടൻ പറഞ്ഞ വെള്ളം കോരാൻ. എന്നിട്ട് നീ വെള്ളം കോരിയോ? ചേട്ടാ, വെള്ളം കോരാൻ തുടങ്ങിയപ്പോലെ ചേട്ടാ ചിക്കൻ കട്ട് ചെയ്യാൻ പറഞ്ഞേ. എന്നിട്ട് നീ ചിക്കൻ കട്ട് ചെയ്തോ?
സേട്ടാ ചിക്കൻ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ സേട്ടൻ വിളിച്ചില്ല എന്നെ. ശരി ശരി, നീ ഇവിടെ ഒന്ന് വൃത്തിയാക്ക്, ആൾക്കാരൊക്കെ ഇപ്പം വരും. പ്രൈസ് ദി ലോർഡ്. സേട്ടാ ഇവിടെ എന്താ സേട്ടാ സൗണ്ട് കേട്ടെ? ഒന്നുമില്ലടാ ഭായി, ഒരു സ്തോത്രം പറഞ്ഞതാ. നിങ്ങൾ ഇന്ന് ചർച്ചിൽ പോയില്ലേ? അവിടെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണല്ലോ. ഞാൻ ആകെ ബിസിയാണ്. കഴിഞ്ഞ ആഴ്ച ജനറൽ ബോഡിക്ക് പോയതാ. ആ ഞാനും ബിസിയാ. ഞാൻ ആ സ്പോർട്സ് ഡേക്ക് പോകാനിരിക്കുക. പിന്നെ ഞായറാഴ്ച നമ്മൾ പോകുന്നുണ്ടല്ലോ. സേട്ടാ എന്നാ സേട്ടാ കഴിക്കാൻ വേണ്ടേ? ഭായ് രാവിലെ എന്നാ കഴിക്കാനുള്ളത്? സേട്ടാ ഇവിടെ പൂരി, പഴംപൂരി, മസാല ദോശ, നെയ്റോസ്റ്റ്, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഫിഷ് ബിരിയാണി, പൊറോട്ട, ചില്ലി ചിക്കൻ, ചിക്കൻ 65, ബീഫ്, പോർക്ക. ഇതൊന്നും ഇവിടെ ഇല്ല സേട്ടാ. പിന്നെ വേണമെങ്കിൽ ചപ്പാത്തി താല്പര്യം ഉണ്ട്. പിന്നെ ഓട്ടയുള്ള ഇവിടെ, ഓട്ടയില്ലാത്ത ഇവിടെ. സേട്ടാ ഇന്നലത്തെ കളയാൻ വെച്ചിരിക്കുന്ന സാമ്പാറും ഇന്ന് രാവിലെ സൂടായിട്ടുണ്ടാക്കിയ ദോശയുണ്ട് സേട്ടാ. എടാ ഇന്നലത്തെ മെനങ്ങാനത്തേതല്ല, ഇന്നെന്തോ ഉണ്ട് അതെടുക്ക്. സേട്ടാ ഇന്നത്തെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞേ കൊടുക്കുള്ളൂ സേട്ടാ. നീ കൈ കഴുകിയിട്ട് ഒരു ചായ എടുക്ക്, കൂടെ ഒരു പഴംപൊരിയും. എന്നാ പിന്നെ എനിക്കും എടുക്കും ഭായ്, ഒരു ചായയും പഴംപൊരിയും. ഇതൊക്കെ ആയാലും നമ്മുടെ ജോസ് കുട്ടിയെ കാണാനില്ലല്ലോ. ജോസ് കുട്ടിയുടെ മകനും ഫാമിലിയും UK നിന്ന് വന്നിട്ടുണ്ട്. അവരെല്ലാം അതിന്റെ തിരക്കിലാണ്. അവന്റെ മോൻ അവിടെ എന്നാ ജോലിയാ? എല്ലാ ആപ്പിള് വർക്കും ആയിരിക്കും. അവൻ അവിടെ പാലസിലെ ഡോക്ടറാണ്. രാജാവിന് മരുന്ന് അവൻ കൊടുത്താലേ കഴിക്കൂ എന്നാണ് ജോസ് കുട്ടി പറയുന്നത്. ഓ പിന്നെ എന്റെ മോനും ഗൾഫിലെ രാജാവിന്റെ പാലസിലാണ്. അവൻ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും അനങ്ങത്തില്ല. എന്നാ പിന്നെ തമ്പിച്ച അവനോട് പറ ആ ഓൾമോസ്റ്റ് കടലിടുക്ക് തുറക്കാൻ. എന്നാ വില ഗ്യാസിനും പെട്രോളിനൊക്കെ? നമ്മുടെ ബ്രോക്കർ ചാണ്ടിച്ചനല്ലേ വരുന്നത്? ഒരു വണ്ടി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിക്കാണുവോ ആവോ? എൻ്റെ ബേബിച്ച ഒരു രക്ഷയില്ല. ഒരു സിആർ തരാതെ ഞാൻ കോംപ്രമൈസിനില്ല. 20% എനിക്ക് വേണം. അത് പണ്ട്. ഇപ്പം 20% ഇല്ലെങ്കിൽ നടക്കില്ല. ഔസേപ്പച്ച ഐശ്വര്യമായിട്ട് ഈ കീ ഒന്ന് പിടിച്ചേ. പറഞ്ഞ അതേ മോഡൽ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് ശുഭകാര്യം തുടങ്ങുന്നതിന് മുമ്പ്. എന്നാ സേട്ടാ മധുരം കഴിക്കാനാണോ സേട്ടാ? അല്ലടാ, പ്രാർത്ഥിക്കണമെന്ന്. എടോ തമ്പി, താനൊന്ന് പ്രാർത്ഥിച്ച്. എന്ത് തുടങ്ങിയാലും വലിയ പോരാട്ടമാണ്. താനൊന്ന് ശാസിച്ചു പ്രാർത്ഥിച്ച്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഔസേപ്പച്ചനെയും ഈ വാഹനത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതിനെതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ട പിശാചെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. പിശാചെ പുറത്ത്. എടോ താൻ എവിടെ പോവാ? തന്നെയല്ലേ ശാസിച്ചത്? ഞാൻ വിചാരിച്ചു എന്നെ ആയിരിക്കും. ഔസേപ്പച്ചോ ഞങ്ങളുടെ എത്രയായി? നിങ്ങളുടെ 2 ചായ 2 കടി 50 രൂപ. ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ജോക്കു മച്ചാൻ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിലെ തന്നെ പേരെടുത്തിട്ടുള്ള രുചിയുടെയും വിഭവങ്ങളും കിട്ടുന്ന ഒരു ചെറിയ ചായക്കട. ഇതിന്റെ പേര് ഔസേപ്പച്ചന്റെ ചായക്കട. ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കുമ്പനാട് എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. യോ അച്ചായ, എന്താ പേര്? എന്റെ പേര് ഔസേപ്പച്ചൻ എന്നാണ്. ഈ കട തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഏകദേശം 44 വർഷമായി. എന്റെ പേര് പാപ്പുപായ്. ഈ പേരിട്ടത് സേട്ടനാണ്. പഴയ പേര് സുന്ദർബായ് എന്നാണ്. അപ്പോ സേട്ടാ, എന്താണ് ഇവിടുത്തെ സ്പെഷ്യല്? അങ്ങനൊന്നുമില്ല, ഇവിടെ ഉള്ളതെല്ലാം സ്പെഷ്യലാണ്. ഗായ്സ്, ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കടയുടെ ഉൾവശമാണ്. ഇത് കണ്ടോ ഗായ്സ്, ഇതിന്റെ ഭിത്തികളിൽ മുഴുവനും ബൈബിൾ വാക്യം കൊണ്ട് മനോഹരമായിരിക്കുന്നു ഗായ്സ്. ഇതാണ് ഈ കടയുടെ ഹൈലൈറ്റ്സ് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ചൂടുള്ള പൊറോട്ട, ബീഫ് കറി, പോർക്ക് വരട്ടിയത്, തലക്കറി, വാരിയലും കപ്പയും, പിന്നെ നിങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ഗായ്സ് പഴങ്കഞ്ഞി. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഗായ്സ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. കൂടാതെ ഇവിടെ രാവിലെ മുതൽ എല്ലാവിധമായ പലഹാരങ്ങളും ചൂട് ചായയും കപ്പയും ലഭിക്കും ഗായ്സ്. എങ്ങനെയുണ്ട് അവിടുത്തെ നിന്റെ കോഴ്സൊക്കെ? സ്ഥലമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അടിപൊളിയാണ്. ഇനി എന്റെ കോഴ്സ് തീരാൻ എനിക്ക് 2 വർഷം കൂടെ ഉണ്ട്. നിന്റെ കോഴ്സ് തീരാൻ എത്ര നാളും കൂടെ ഉണ്ട്? എനിക്ക് ഇനി 1 വർഷം കൂടെ കോഴ്സ് ഉണ്ട്. നീ എവിടെ ചർച്ചിൽ പോകുന്നത്?
എനിക്ക് ഇതുവരെ ചർച്ചൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ചർച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നീ എവിടെയെങ്കിലും ചർച്ചിൽ പോകുന്നുണ്ടോ? എനിക്ക് ചർച്ചൊക്കെ ഉണ്ട്, പക്ഷേ പോകാൻ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. आप लोगों को खाने के लिए क्या चाहिए सेठ हमारे? Bye. No Hindi, only English. ഹലോ ഗായ്സ്, എവിടെയാണ് നിങ്ങളുടെ താമസം? ഇവിടെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഗായ്സ്, നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ നിങ്ങൾക്ക് UK-യിലെ ബർമിംഗ്ഹാമിലുള്ള ഒരു ചർച്ച് പരിചയപ്പെടുത്തി തരാം. അതിന്റെ പേരാണ് ട്രാൻസ്ഫോർമേഷൻ ചർച്ച്. നല്ല സൂപ്പർ ചർച്ചാണ്. അവിടെ എല്ലാ സാറ്റർഡേയും സൺഡേയും സർവീസുകൾ നടക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ഹിന്ദി. ഏതിന് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഗായ്സ്, ആ ചർച്ചിലുണ്ടല്ലോ 2 അടിപൊളി പാസ്റ്റർമാരുണ്ട്. വെസ്ലി പാസ്റ്റർ, ജോയ് പാസ്റ്റർ. ജോയ് പാസ്റ്റർ, വെസ്ലി പാസ്റ്റർ. നല്ല അടിപൊളി പാസ്റ്റേഴ്സ് ആണ് ഗായ്സ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ചേർച്ചിൽ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓൾ യൂണി സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ലിറ്റിൽ കിഡ്സിന്റെ ടെററായ ജോജി വർഗീസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് സോൾവ്ഡ്. അത് മാത്രമല്ല ഗായ്സ്, സൺഡേയില് പ്രേയർ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി കിടിക്കാച്ചി ഫുഡ് ഉണ്ട് ഗായ്സ്. ചോറ്, പയറ്, പപ്പടം, മോര്, അച്ചാറും. അത് മാത്രമല്ല ഗായ്സ്, നിങ്ങൾക്ക് ചേർച്ചിൽ വന്നിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായാൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ ഒരാളും കൂടെയുണ്ട്. റൗലിയുടെ മുത്ത്, സട്ടന്റെ കിങ്, എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ചേർച്ചിന്റെ സെക്രട്ടറി രജീഷ് അങ്കിൾ. അപ്പൊ ഗായ്സ്, എന്റെ വീഡിയോ ഞാൻ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗായ്സ്. ഓൾസോ ചേർച്ചിന്റെ നമ്പർ ആൻഡ് ലൊക്കേഷൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ? ഓൾസോ ഗായ്സ്, മറക്കരുത്, നിങ്ങൾ എന്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഈശോയെ വരുന്നോ ഇല്ലല്ലോ ഗായ്സ്. നിങ്ങൾ എന്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ ബെല്ലൈക്കൺ അമർത്തുക ഗായ്സ്. അപ്പോ താങ്ക് യു സോ മച്ച്. ഐ ആം സൈനിങ് ഓഫ് യുവർ ജോക്കു മച്ചാൻ. ബൈ. ഞങ്ങളുടെ ബില്ല് എത്ര ചേട്ടാ? മക്കളെ, നിങ്ങളുടെ 3 ചായ 3 കടി 75 രൂപ. പ്രൈസ് ദി ലോർഡ് സഹോദരന്മാരെ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ആരെയും സഭയിലേക്ക് കാണുന്നില്ല. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഫാസ്റ്റിംഗ് പ്രയർ നടക്കുവാണ്. ഓ, ഞാൻ പുതിയ കമ്മിറ്റിയിലൊന്നും ഇല്ലല്ലോ. ഞാനുള്ളപ്പോൾ എല്ലാ പ്രാർത്ഥനയും കൃത്യമായി വരുമായിരുന്നു. അങ്ങനെ പറയരുത്. നാം ചെയ്യുന്നതെല്ലാം ദൈവനാമത്തിന് വേണ്ടിയാണ്. നാം എല്ലാവരും ഐക്യമായി നിന്ന് പ്രവർത്തിക്കണം. പാസ്റ്റർ അങ്ങനെ പറയരുത്. കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാൻ പറഞ്ഞത് ചിക്കൻ ബിരിയാണി, നിങ്ങൾ കൊടുത്തതോ കഞ്ഞി. അതുകൊണ്ട് ഞാനിനി ഒരു പരിപാടിക്കില്ല. ഞാനൊരു കാര്യം പറയാം. ഈ ഇലക്ഷന് നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ നിർത്തണം. അതിനൊരു പറ്റിയ ആള് എൻ്റെ കസ്റ്റഡിയിലുണ്ട്. നമുക്ക് പെന്തിക്കോസുകാർക്കും വേണ്ട ഒരു MLA. അത് ശരിയാ. പെന്തക്കോസ്തിന്റെ ശബ്ദം കേരള നിയമസഭയിൽ മുഴങ്ങിക്കേൾക്കണം. എന്റെ നല്ല ശബ്ദമാണ്. എന്നെ കൊണ്ടേ അത് പറ്റൂ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. എന്നെ ചർച്ചിലെ സെക്രട്ടറി ആക്കിയില്ല. എനിക്ക് മത്സരിക്കണം MLA ആയിട്ട്. അതെന്നാടാ പൈലി? കഴിഞ്ഞ വർഷം നീ കളിച്ച കളിയൊക്കെ എനിക്കറിയാം. മെൻസ് മിനിസ്ട്രി കോർഡിനേറ്റർ ആകേണ്ട ഞാൻ സോഷ്യൽ ആക്ഷൻ ടീമിലായത് നിന്റെ ഒറ്റ ചരടുവലിയാണ്. എന്നാ പിന്നെ നീ ആ മെൻസ് മിനിസ്റ്റർ അങ്ങ് എടുത്തോ. നീ പറയുന്ന ഓരോ ചരട് വഴിയും കാര്യങ്ങളും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ നിന്നെ കാണിച്ചു തരാടാ. ഞാൻ ആരാന്നുള്ളത് നിന്നെ ഞാൻ കാണിച്ചു തരാം. നീ എന്നെ തല്ലി അല്ലേടാ പൈലി? നിന്നെ ഞാൻ കാണിച്ചു തരാം. പൈലി, നിന്നോട് മാറി നിൽക്കാനാ ഞാൻ പറയുന്നത്. തമ്പി, നീ ഇവന്റെ കൂടെയും കൂടിയോ? എൻ്റെ പൊന്നു സഹോദരന്മാരെ, അടികൂടാതെ നമുക്ക് പറഞ്ഞു തീർക്കാം. എടാ ജോസൂട്ടി, നീ പാസ്റ്ററെ പിടിച്ച് തല്ലിയോടാ ജോസൂട്ടി. ജോസൂട്ടി, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. നിനക്കിട്ട് ഞാനൊരു പണി തരുന്നുണ്ട്. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ഈ സ്ഥാനത്ത് കയറ്റത്തില്ല. എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങളുടെ ദൈവത്തെ ഓർത്ത് വഴക്കുണ്ടാക്കല്ലേ. അയ്യോ, എന്റെ പഴം. എടാ ബാബു, ബാബു.
എടാ ഇവിടെ ഇമാര് ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോടാ. അയ്യോ നമ്മുടെ പഴയ സേട്ടാ, നമ്മൾ എന്താ ചെയ്യുവനി? അയ്യോ എനിക്ക് ബംഗാളിൽ പോയി ജോലി കിട്ടില്ല സേട്ടാജി. നിന്റെ ഒരു ജോലി സേട്ടാ നമ്മളിനി എന്ത് ചെയ്യും സേട്ടാ? സേട്ടാ ഈ കേരളത്തിൽ തേരാപ്പാരം നടത്തി എന്നെ സേട്ടൻ എടുത്തു വളർത്തി എനിക്ക് ജോലി തന്നു, എനിക്ക് കടയിട്ട് തന്നു, എനിക്ക് സാപ്പാട് തന്നു. നമ്മളിനി എന്ത് ചെയ്യും സേട്ടാ? പോടാ കരയിപ്പിക്കാതെ. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങിയ സംരംഭമായത്. ഇവന്മാർ നിമിഷം നേരം കൊണ്ട് ഇത് ഇല്ലാതാക്കി കളഞ്ഞില്ലേ? എടാ ഈ കിടക്കുന്ന പാസ്റ്ററെ വാരി എടുക്കടാ. അയ്യോ സേട്ടാ, പാസ്റ്ററേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. ആ മാർബോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന ആ മാർബോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. അല്പം കൂടെ അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നതിന് കാരണമുണ്ട്. ശാപത്തിന്റെ കുരുക്കിൽ ആഴ്ന്നു കിടന്ന എന്നെ മഹാത്മ്യമുള്ള യാഗത്താൽ വീണ്ടെടുത്തു. നനയ്ക്കാത്ത നിക്ഷേപം എന്റെ മേൽ ഏകി. ശ്രേഷ്ഠന്മാരാൽ എന്നെ പന്തിയിലിരുത്തി. ഞാൻ ചിന്തിക്കാത്ത വാഗ്ദത്തം എന്റെ കുടുംബത്തിന്റെ മേൽ യേശു നൽകി. അതുകൊണ്ട് അല്പം പോലും അകലം വിട്ടു പോകാതെ ആ മാർബിലോട്ടൊന്ന് കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന ആ സാന്നിധ്യത്തിന്റെ നിറവിൽ ഇനിയുള്ള നാൾ ഒട്ടും പാഴാക്കാതെ എന്റെ ഉയരത്തിലെ അപ്പനായി വേല ചെയ്യും. വിളഞ്ഞു കിടക്കുന്ന വയലിൽ മഹാത്മ്യമുള്ള യാഗത്താലേ വീണ്ടെടുത്തു ശാപകുരുക്കിൽ നിന്നും. മഹാത്മ്യമുള്ള യാഗത്താലേ വീണ്ടെടുത്തു ശാപകുരുക്കിൽ നിന്നും. ഞാൻ നനയ്ക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരാൽ പന്തിയിലിരുത്തി. ഞാൻ നനയ്ക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരാൽ പന്തിയിലിരുത്തി. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ.
ദൈവത്തെയും ദൈവകൽപ്പനകളെയും മറന്നുകൊണ്ട് അധികാരമോഹത്തിനു വേണ്ടി പരസ്പരം ഏറ്റുമുട്ടിയ സഹോദരന്മാരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവർക്ക് വേണ്ടുന്ന പരിപൂർണ സൗഖ്യം ലഭിച്ചില്ല. എന്നാൽ അവർക്ക് യഥാർത്ഥമായ ഒരു മാനസാന്തരം ഉണ്ടായിട്ട് അവർ ദൈവസഭയിലേക്ക് മടങ്ങി വന്നു. ഇന്ന് അവർക്ക് വേണ്ടി സഭയിൽ ഒരു പ്രത്യേകമായ പ്രാർത്ഥന നടക്കുകയാണ്. ആ ദൃശ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഭിന്നതയും പിണക്കങ്ങളും വലുതായി അത് സംഘർഷത്തിൽ എത്തി നിൽക്കുന്നു. ഇത് ഇന്നിങ്ങനെ തുടരാൻ പാടില്ല. നമ്മൾ ദൈവമക്കളാണ്. ഇന്ന് ഇതിന് അറുതി വരുത്തണം. നമ്മുടെ പഴയ ആത്മീയ സന്തോഷം നമ്മുടെ ഇടയിലും മടങ്ങി വരണം. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് നമ്മുടെ മധ്യത്തിൽ സെൻറ്റർ പാസ്റ്റർ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഇന്ന് പറഞ്ഞ് പരിഹരിക്കണം. അതിനായിട്ട് നമ്മുടെ സെൻറ്റർ പാസ്റ്ററിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയ സഹോദരന്മാരെ, ക്രിസ്തുവിൻ്റെ ഈ എളിയ ദാസനായ ഞാൻ നിങ്ങളെ സ്നേഹത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, നാം എല്ലാവരും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രക്തത്താൽ ഏക ശരീരമായിരിക്കുന്നു. അതിനാൽ നാം ഒന്ന് തന്നെ സംസാരിക്കുകയും പരസ്പരം കീഴ്പ്പെട്ടിരിക്കുകയും വേണം. എന്നാൽ ശത്രുവായവൻ നമ്മിൽ പല പിളർപ്പുകൾ ഉണ്ടാക്കുവാനും ക്രിസ്തുവിൻ്റെ സഭയുടെ സാക്ഷ്യത്തെ മലിനമാക്കുവാനും ശ്രമിക്കും. അവൻ നമ്മെ ഏക ശരീരമായി വിളിച്ചിരിക്കുന്നത് തമ്മിൽ വാക്കുകൊണ്ട് യുദ്ധം ചെയ്യാനല്ല, പോരിന് വിളിക്കാനോ രാഷ്ട്രീയം കളിക്കാനോ അല്ല, ക്രിസ്തുവിലെ നമ്മുടെ ഐക്യത്തെ സംരക്ഷിക്കാനും അവൻ്റെ ദിവ്യ സ്വഭാവത്തെ ഈ ലോകത്തിൻ്റെ മുൻപിൽ പ്രതിഫലിപ്പിക്കാനും ആകുന്നു. നിഗളമെന്ന പിശാച് നമുക്കിടയിൽ മതിലുകൾ സൃഷ്ടിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ താഴ്മ ആ മതിലുകൾ ഇടിച്ചു കളയും. അതുകൊണ്ട് നാം തമ്മിൽ ഉണ്ടായിപ്പോയ മുറിവുകളെ ഉണക്കുന്ന ദിവ്യ ഔഷധമായ അവൻ്റെ ദിവ്യ സ്നേഹത്തിലേക്ക് തിരികെ വരിക. ദൈവത്തോടും തമ്മിലും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുക. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. സർവശക്തനായ ദൈവം നമ്മുടെ കഠിന ഹൃദയങ്ങളെ ഒരുക്കുവാനും അവൻ്റെ താഴ്മ ധരിപ്പാനുമുള്ള ജ്ഞാനവും കൃപയും നൽകി തരട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. देखेगा सारा जहां, नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जहां। नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। ഇതാ സഹോദരന്മാർ ഒത്തുവസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി
അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യം മഞ്ഞുപോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്.